ലെറ്റ്സ് മേക്ക് വൈൽഡ് ബോർ, നമ്മുടെ കാട്ടുപന്നി. ഇതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ചുവന്നുള്ളിയാണ് വേണ്ടത്. നാട്ടിൽ കിട്ടുന്ന കാട്ടുപന്നിയുടെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഈ സാധനം കൊള്ളാട്ടോ. വെളുത്തുള്ളി തൊലി കളയാൻ മടിയുള്ളവർ അന്ന് കൈ കൊണ്ട് ഉടച്ചിട്ട് തൊലി പൊളിച്ച് നോക്കുക. അപ്പോൾ എളുപ്പത്തിൽ തൊലി പൊളിക്കാൻ പറ്റും. കഴുകി വൃത്തിയാക്കി എടുത്ത പന്നിയിലേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ചേർക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഈ ഇറച്ചിയിൽ ഏറ്റവും ടേസ്റ്റ് കൂടിയതും കട്ടി കൂടിയതുമായ ഭാഗമാണ് ഈ തൊലിപ്പുറം. 5 വിസിൽ അടുപ്പിച്ച് നമ്മുടെ പന്നി മാറ്റി വെച്ചിട്ട് ഒരു കടായി എടുക്കുക. എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് കറുവപ്പട്ട, പെരിഞ്ചീരകം, കറിവേപ്പില, സവാള ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇവിടെ ഞാൻ കുറച്ചധികം ചുവന്നുള്ളി ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, ലേശം മഞ്ഞപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് അതിന്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചേക്കണം പോർക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേവിച്ച ഇറച്ചിയിലേക്ക് മസാലക്കൂട്ടൊക്കെ പിടിച്ചാൽ നെയ്യ് ഉരുകുമ്പോഴുള്ള ഒരു മണം വരും. ഇനി നമ്മൾ ഈ പോർക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പോവാണ്. അതിനുവേണ്ടി തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുരുമുളക് പൊടി, ഗരം മസാല, വേപ്പിലിട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകത്തിന്റെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഈ സ്റ്റൈലിൽ തന്നെയാണ് സാധാരണ പോർക്ക് ഫ്രൈയും ചെയ്യാറ്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആ പോർക്ക് ലവറിന് ഇത് അയച്ചു കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. താങ്ക് യു വെരി മച്ച്.